അപ്പോൾ ഹോളിവുഡ് 80s തന്നെ റോബോട്ടുകളുമായുള്ള കളികൾ തുടങ്ങിയതാണ്. 2010 അത് ഇന്ത്യയിലും എത്തി, ടു ബി മോർ പ്രിസൈസ് തമിഴ് സിനിമയിൽ. എന്നാൽ 2019 നമുക്ക് ആ കാറ്റഗറിയിൽ ഒരു ഒതന്റിക് സംഭവം കിട്ടുന്നത്. എന്നാൽ തീർച്ചയായും പെർഫെക്ഷന്റെ കാര്യത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം നിൽക്കുന്ന ഹോളിവുഡും ബഡ്ജറ്റിൽ നമ്മളെക്കാൾ 10 മടങ്ങ് ശക്തരായ തമിഴ് സിനിമയും ഒരു നാടിനെ നശിപ്പിക്കാൻ കെൽപ്പുള്ള റോബോട്ടിനെ പശ്ചാത്തലമാക്കി സിനിമ എടുത്തപ്പോൾ നമ്മൾ ഒരു റോബോട്ടും ഒരു മനുഷ്യനും തമ്മിൽ ഉടലെടുക്കുന്ന ആത്മബന്ധത്തിലേക്ക് കാര്യങ്ങൾ ചുരുക്കി. ചുമ്മാ വലിയ വലിയ കളികൾ കളിച്ച് പരാജയപ്പെടുന്നതിലും എന്തുകൊണ്ടും നല്ലത് ബിലീവബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കളികൾ കളിക്കുന്നതാണെന്നുള്ള തത്വം. അതിലവർ വിജയിക്കുകയും ചെയ്തു. സത്യം പറയാം, ഞാൻ ഈ പടം തിയേറ്ററിലൊന്നുമല്ല കണ്ടത്. കാരണം ഈ പടമൊക്കെ ഇറങ്ങിയിരുന്നത് ഞാൻ ബുക്കുകൾ കൊണ്ടൊരു കിണറുണ്ടാക്കി അതിന്റെ അടിത്തട്ടിൽ പോയിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഞാൻ യൂട്യൂബിൽ തപസ്സിരിക്കാൻ തുടങ്ങിയതിനു ശേഷം ഇതിന്റെ ഒരു 5 മിനിറ്റ് മാത്രം ദൈർഘ്യം വരുന്ന ഒരു ക്ലിപ്പ് കണ്ട് അതിലെ സീനുകളും സംഭാഷണങ്ങളും പോകുന്ന പോക്ക് കണ്ട് അതിന്റെ ബാക്കി കൂടി കാണണമെന്ന അതിയായ താല്പര്യം മൂലം തേടി പിടിച്ച് കണ്ടൊരു സിനിമയായിരുന്നു ഇത്. യെസ്, അത് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. അതായത് ഈ പടം ഇതുവരെ കാണാത്ത ഒരാൾക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു റാൻഡം 5 മിനിറ്റ് എടുത്ത് കാണിച്ചു കൊടുത്താലും ബാക്കി കൂടി കാണണമെന്നൊരു തോന്നൽ ഈ സിനിമ പ്രേക്ഷകന്റെ മനസ്സിലുണ്ടാക്കിയെടുക്കും. അത്രയ്ക്ക് എൻഗേജിംഗ് ആയിട്ടാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്, സംഗതി സ്ലോ ആണ്. പക്ഷെ തീർച്ചയായും പ്രായമായ ഒരാളാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അങ്ങനെ ഒരാൾക്ക് റിയൽ ലൈഫിൽ ഉണ്ടാവുന്ന മന്ദത മാത്രമേ ഈ സിനിമയ്ക്കുമുള്ളൂ. സോ ടു കൺക്ലൂഡ്, ഇത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കണം. പിന്നെ കണ്ണൂർ ഭാഗത്തുള്ള ആളുകൾക്ക് ഇതൊന്നുകൂടെ കണക്ട് ആവും.